ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയോ? കൊച്ചിൻ ചിൽഡ്രൻസ് സയൻസ് പാർക്കിലാണ് പോകുന്നത്. ഇത് കളമശ്ശേരി മുനിസിപ്പൽ കൗൺസിലിൻ്റെയാണ്. നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പോയ ദിവസം. ഒരു സാറ്റർഡേ ആയിരുന്നു ഞങ്ങൾ പോയത്. നല്ല തിരക്കായിരുന്നു വെച്ചാൽ ഈ പബ്ലിക് ഹോളിഡേയ്സ് ഉള്ള ദിവസം നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. ഇവിടുത്തെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒത്തിരി സ്പേസ് ഉണ്ട് ഓടി നടക്കാനും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് മാതാപിതാക്കളെല്ലാം കുട്ടികളെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരും. പിന്നെ ഇതിൻ്റെ ഒരു റേറ്റ് പറയുകയാണെങ്കിൽ 30 രൂപയാണ് അഡൽട്ട്സിന്. കുട്ടികൾക്ക് 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 20 രൂപയാണ് കേട്ടോ ഇവിടുത്തെ ഫീ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാ കുട്ടികൾക്കും ഫാമിലീസും ഒക്കെ വരാൻ പറ്റും. ഈ ഒരു കുതിരയെ കണ്ടു. ഈ കുതിരയെ കണ്ടുകൊണ്ടാണ് നമ്മൾ അകത്തേക്ക് പ്രവേശന കവാടത്തിൽ നിന്ന് കയറുന്നത്. അപ്പോൾ ഈ കുതിരയുടെ പുറത്ത് കയറി സവാരി നടത്താനൊക്കെ പറ്റും. അതിനും അവിടെ ഫീസ് ഉണ്ട്. ഇത് പുറത്താണ് കേട്ടോ, നമ്മുടെ പാർക്കിൻ്റെ പുറത്താണ്. അപ്പോൾ കുട്ടികൾക്കെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുതിരയുടെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് കയറി. നല്ല രസമുള്ളൊരു പാർക്കാണ്. ഇത്രയും നാളായിട്ട് ഇവിടെ വന്നില്ലല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ. പലപ്പോഴും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ എത്തിയില്ലായിരുന്നു കേട്ടോ. ഇന്നാണ് വന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ട് അത്യാവശ്യം. എന്നാൽ പോലും നമുക്ക് കുട്ടികൾക്ക് പലതിലും കയറി നടക്കാനൊക്കെ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ സ്വീകരിക്കുന്നത് 8D തിയേറ്ററാണ് കേട്ടോ. അതായത് ഈ ഒരു ആനയെ വെച്ചേക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നത് 8D തിയേറ്ററാണ്. അതിന് പ്രത്യേകം രൂപ എടുത്ത് വേണം കയറാനായിട്ട്. ഞങ്ങൾ വന്ന ദിവസം നല്ല തിരക്കായതുകൊണ്ട് അവിടെ നല്ല തിരക്കായിരുന്നു ഞങ്ങൾക്ക്. അത് കാരണം അതിനകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ തീർച്ചയായിട്ടും 8D തിയേറ്ററിൽ കയറണം എന്നൊക്കെ വിചാരിക്കുന്നു. കണ്ടവർ പറഞ്ഞത് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും വരുമ്പോൾ ഇവിടെ കയറാൻ മറക്കണ്ട. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് വൈകിപ്പോയി. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയി സമയം. അപ്പോൾ ആ ഒരു സമയമായപ്പോഴേക്കും നല്ല റഷും ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം വെയിലൊക്കെ ചാഞ്ഞ സമയമായതുകൊണ്ട് ഒത്തിരി പേര് 8D തിയേറ്ററിൽ കയറാനായിട്ട് ക്യൂ നിൽക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇതാ ഇവിടെ ബോട്ടിംഗ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ബോട്ടിംഗ് ഒന്നും ഇല്ല കേട്ടോ. ബോട്ടിങ്ങും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. കാരണം അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ കുട്ടികളുടെ ആ കളിസ്ഥലത്തിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ബോട്ടിങ്ങിനൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഒരു വർഷം മുമ്പൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. ചക്കരയും ചോക്കൂട്ടിനും കുറേ റൈഡുകളിൽ കയറി. പിന്നെ കുറേ റൈഡുകൾ ഈ പറഞ്ഞതുപോലെ കുറച്ച് കാലഹരണപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങളുടെ നാട്ടുകാരെ കണ്ടത്. അപ്പോൾ നാട്ടുകാരുടെ കൂടെ നിന്നും ഫോട്ടോ ഒക്കെ എടുത്തു. അവരും കുട്ടികളെ കൊണ്ട് എത്തിയതായിരുന്നു. പിന്നെ ജോക്കുട്ടിന് ഇഷ്ടപ്പെട്ടു. ഇവിടെ കുറേ റൈഡുകളും പിന്നെ കുറേ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നതും എല്ലാം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ കുട്ടികൾക്ക്, വലിയ കുട്ടികൾക്കും കൂടെ വേണ്ടിയിട്ട് ഇവിടെ പലതും കരുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഇരുട്ട് വീണ് തുടങ്ങി. കുട്ടികൾ ഇവിടെ തകർക്കുകയാണ് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ട്. എല്ലാത്തിലും കയറി നടന്ന് ബിരുദന്മാരിങ്ങനെ കയറി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. എന്തായാലും കുട്ടികൾ വളരെ സന്തോഷത്തിലാണ് ഇവിടെ എത്തുന്ന എല്ലാവരും തന്നെ. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ഇരിക്കാനും നമുക്ക് അത്യാവശ്യം സ്നാക്സ് കാര്യങ്ങളെല്ലാം വാങ്ങാനും കഴിക്കാനും ഒക്കെ സ്പേസ് ഉണ്ട്. അതുപോലെ ഫ്രണ്ടിലാണെങ്കിലും പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. പക്ഷെ ഞങ്ങൾ വന്ന ദിവസം നല്ല തിരക്കുള്ളൊരു ദിവസമായതുകൊണ്ട് പാർക്കിംഗ് സ്ലോട്ട് എല്ലാം ഫുള്ളായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു ടൈമിംഗ് പറയുവാണെങ്കിൽ വീക്ക് ഡേയ്സിൽ 4 മണി മുതൽ 9 മണി വരെയാണ് കേട്ടോ. സൺഡേ ഒക്കെ ആയി കഴിയുമ്പോഴേക്കും പബ്ലിക് ഹോളിഡേയ്സിലും 10 മണി തൊട്ട്, രാവിലെ 10 മണി തൊട്ട് രാത്രി 10 മണിയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു 6:30 ആയിട്ട് പോകാൻ നോക്കിയപ്പോഴാണ് ആളുകളെല്ലാം ഇങ്ങനെ എന്തോ നോക്കിയിരിക്കുന്നുണ്ട് ഒരു സ്ഥലത്തേക്ക് മാത്രം. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെ മ്യൂസിക് ഫൗണ്ടൻ ഉണ്ട്. മ്യൂസിക്കിനനുസരിച്ച് ഫൗണ്ടൻ ഇങ്ങനെ വരുന്നത്. ബാംഗ്ലൂരാണ് അത് നേരത്തെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള കാര്യം സത്യം പറഞ്ഞാൽ അന്വേഷിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അടിപൊളി മ്യൂസിക് ഫൗണ്ടൻ. അതേ നോക്ക്. ബാംഗ്ലൂരിൻ്റെ അത്രയും വലുതല്ല എങ്കിലും അത്യാവശ്യം നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഫൗണ്ടനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ഞാൻ നോക്കട്ടെ കേട്ടോ. ഇതേ മ്യൂസിക് തന്നെ ഇടാൻ പറ്റുമോ, കോപ്പിറൈറ്റ് അടിക്കുമെന്ന് അറിയില്ല. കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മ്യൂസിക് മാറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടിപൊളി മ്യൂസിക് ഫൗണ്ടനായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഏകദേശം 10-15 മിനിറ്റ് നേരം ഉണ്ട് കേട്ടോ ഈ ഒരു മ്യൂസിക് ഫൗണ്ടൻ. എല്ലാവരും ആ ഒരു സമയമാകുമ്പോഴേക്കും ഇവിടെ നേരെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് ഇരിക്കും. അവിടെ ഇരിക്കാനും പുൽത്തകിടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇരുന്ന് നമുക്ക് സ്വസ്ഥമായിട്ട് ഈ ഒരു മ്യൂസിക് ഫൗണ്ടൻ ആസ്വദിക്കാനായിട്ട് പറ്റും.
അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ച് കുറേ സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചതിന് ശേഷമാണ് പോകുന്നത്. വൈകുന്നേരം ഈ പറഞ്ഞതുപോലെ ഹോളിഡേയ്സൊക്കെ 10 മണി വരെ, രാത്രി 10 മണി വരെ ഉണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ 9 മണി വരെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഇണക്കുരുവികളും കപ്പിൾസും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഈ ഒരു സമയം വരെ ഉള്ളതുകൊണ്ട്. എന്നാലും അവിടെ ഇതെല്ലാം നോക്കാനും നടത്താനും ഒക്കെ ആളുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കൊച്ചിൻ ചിൽഡ്രൻസ് സയൻസ് പാർക്ക്. പിന്നെ സയൻസ് പാർക്ക് എന്ന പേര് വന്ന് എനിക്ക് തോന്നുന്നു അവിടെ കുറച്ച് ഐറ്റംസൊക്കെ മരങ്ങളുടെ ഒക്കെ പേരുകളും അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ കുതിരയെ നോക്കിയപ്പോഴുണ്ടല്ലോ നിറയെ കുട്ടികൾ അതിനകത്ത് കയറുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുറേ നേരം ഈ വാട്ടർ ഫൗണ്ടനൊക്കെ ആസ്വദിച്ചതിന് ശേഷമാണ് അങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇതുപോലുള്ള നല്ല സൂപ്പർ വീഡിയോസുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളിവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യണേ, ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ സൂപ്പർ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ വെക്കേഷൻ സ്പോട്ടുകളൊക്കെ അത്യാവശ്യം ഞാൻ കുറേ നമ്മുടെ വീഡിയോസുകൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെക്കേഷൻ സ്പോട്ടുകൾ അറിയാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ ബൈ. വീണ്ടും നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ.